നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണോന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സച്ചിയും രേവതിയും കൂടെ ഒരു കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് വരുവാണ്. രേവതി ഒരു മോഡൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ അത് പിടിച്ചോണ്ട് താഴെ സ്റ്റെപ്പിന്റെ അവിടെ കൊണ്ട് വെക്കുവാണ്. ആ സമയത്ത് രേവതിയോട് സച്ചി ചോദിച്ചു, അല്ല നിന്റെ മാനേജർ ഈ മോഡലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇത് കണ്ടിട്ടില്ല സച്ചേട്ടാ, ഇതിനു മുമ്പ് ഞാൻ വേറൊന്നും കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. ഇത് പുതിയ മോഡലാന്ന് പറഞ്ഞു. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നേന്ന് പറഞ്ഞു. ഇനി സച്ചേട്ടൻ പോയിക്കോളാൻ പറഞ്ഞു. അതെന്തിനാ ഞാൻ പോണത്? അല്ല ഇനി സച്ചേട്ടൻ പോയിക്കോ, സച്ചേട്ടൻ തിരക്കുള്ളല്ലേ, ഇത് കൊണ്ട് ഞാൻ മാനേജറെ കാണിച്ചോളാന്ന് പറഞ്ഞു. ഓ കാര്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ എന്നെ വേണ്ടല്ലേന്ന് ചോദിച്ചു. അങ്ങനെയല്ല സച്ചേട്ടാ, എനിക്ക് മനസ്സിലായി. അതങ്ങനെയാ, ചിലരൊക്കെ ഇങ്ങനെയാ, പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചോദിച്ചു, എന്തൊക്കെയാ സച്ചേട്ടാ ഈ പറയണത്? അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, ഒരു പഴഞ്ചൊല്ലില്ലേ, അല്പന അർത്ഥം കിട്ടിയാല് അർദ്ധരാത്രി കുട പിടിക്കൂന്ന് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, മഴയുണ്ടെങ്കിൽ അർദ്ധരാത്രി ആണെങ്കിലും കുട പിടിച്ചല്ലേ മതിയാവുള്ളൂ ചോദിച്ചു. ഓ അപ്പൊ നീ തിരിച്ച് കൗണ്ടർ അടിക്കുമല്ലേന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, അതല്ല സച്ചേട്ടാ, സച്ചേട്ടനും കൂടെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ വിചാരിക്കും ഇനി ഇവൾക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനുള്ള പ്രാപ്തിയും കാര്യങ്ങളൊന്നും ഇല്ലേ എന്നൊക്കെ അയാൾ കരുതും. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നേ, സ്വന്തമായിട്ട് ചെയ്യുന്നതെന്നൊക്കെ അയാൾക്കൊരു വിശ്വാസം വരണ്ടേ. ഒരു മണ്ഡപമൊക്കെ അലങ്കരിക്കാനുള്ള പ്രാപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ഓ അത് ശരിയാ, ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അതാ പറഞ്ഞേ, എന്തിനും ഏതിനും ഭർത്താക്കന്മാർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരങ്ങനെയൊക്കെ വിചാരിച്ചെന്നിരിക്കും. ഭാര്യമാർക്ക് സ്വന്തമായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയൊന്നും എനിക്കില്ല, അതുകൊണ്ടാണ് എപ്പോഴും അയാളുടെ സഹായം തേടുന്നതെന്ന്. അതിന്റെ ആവശ്യമുണ്ടോ സച്ചേട്ടാ? ഓ ഞാനത് അങ്ങോട്ട് വിട്ടുപോയി. ശരി എങ്കിൽ ശരി, ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി അവിടെ നിന്ന് പോകുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി ഭാമയെ കാണാനായിട്ട് ചെന്നു. ഭാമ പറഞ്ഞു, കയറി വാ ചന്ദ്രൻ പറഞ്ഞു. അല്ല നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. എത്ര നാളെ എന്റെ ചന്ദ്രൻ നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നിട്ട്, എന്തു പറ്റി, നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിച്ചു. ഭാമ നന്നായിട്ട് അഭിനയിക്കുകയാണ്. ശ്രുതി വന്നതോ തന്നോട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞോ? ഒന്നും ഭാമ പറഞ്ഞിട്ടില്ല. ചന്ദ്രമതിയുടെ മനസ്സറിയണമല്ലോ, പറയൂന്നറിയണമല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എന്ത് ചെയ്യാൻ എന്റെ ഭാമയെ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ആകപ്പാടെ കുടുംബത്തെ പ്രശ്നങ്ങളാന്ന് പറഞ്ഞു. പ്രശ്നങ്ങളോ? അവിടെ എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? പുതിയ പ്രശ്നമോ? എന്നീ കാര്യം എന്താ വെച്ചാ പറ. അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല. അത് പിന്നെ ആ ശ്രുതിയും കൂടെ ചേർന്നിട്ട് എനിക്കിട്ടൊരു പണി തന്നെന്ന് പറഞ്ഞു. പണിയോ? അതേനെ, ശ്രുതിയെ പറ്റിച്ച ഒരു പെണ്ണ്, നേരത്തെ നീലിമ എന്ന് പറഞ്ഞൊരു പെണ്ണ് 50 ലക്ഷം രൂപയും കൊണ്ട് പോയില്ലേ, രവിയേട്ടന്റെ PF തുക. അത് തിരികെ കിട്ടിയായിരുന്നു. തിരികെ കിട്ടിയെന്നോ? ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് ഭാമ സംസാരിക്കണേ. അതെ തിരികെ കിട്ടി. അത് ശ്രുതിയുടെ കിട്ടിക്കഴിഞ്ഞിട്ട് ശ്രുതി എന്ത് ചെയ്തു? അത് വെച്ച് ഷോപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു. അല്ല അതെങ്ങനെ ശരിയാവും? ശ്രുതിയുടെ അച്ഛൻ കൊടുത്ത പണത്തിലല്ലേ ഷോപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞേ. അതൊക്കെ വെറുതെ പറഞ്ഞാന്നേ. പൈസ കിട്ടിക്കഴിഞ്ഞപ്പോ ശ്രുതിയോട് പറഞ്ഞു, പൈസ കിട്ടിയ കാര്യമൊന്നും വീട്ടിലാരോടും പറയണ്ട, ഷോപ്പ് തുടങ്ങാന്ന് പറഞ്ഞ് ഷോപ്പ് തുടങ്ങി. എല്ലാരെയും പറ്റിച്ചിട്ട് ആ ഷോപ്പ് തുടങ്ങിയത്. അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഭാമ പറഞ്ഞു, അതൊരു നല്ല കാര്യമല്ലേ, നല്ല കാര്യമാണ് പോലും. ഒരു വാക്ക് പറയായിരുന്നല്ലോ, ഈ കള്ളത്തരം കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ പൈസ കൊണ്ടേ തരായിരുന്നു എൻ്റെ കയ്യില്. പിന്നെ നിന്റെ കൈ കൊണ്ട് പൈസ തന്നിട്ടുണ്ട്, ഇപ്പൊ നീ എല്ലാവരോടും വിളിച്ചു പറയും. എന്താ ബാബേ നീ ആലോചിക്കണേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു, അവൾ ഒറ്റയൊരുത്തി എന്റെ മോനെ വഴിതെറ്റിക്കണേന്ന് പറഞ്ഞു. എന്റെ ചന്ദ്രേ, അവള് നിന്റെ വീട്ടിലേക്ക് കയറി വന്നത് മഹാഭാഗ്യം നീ കരുതിയാ മതി. നിന്റെ ആ മരമോന്ത മോന് ഇത്ര നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? ദേ ഭാമേ, നീ എന്റെ മോനെ കളിയാക്കി പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അവൻ കണ്ട പാർക്കിലൊക്കെ പോയി കിടന്നുറങ്ങുമായിരുന്നല്ലോ, ജോലിയും കൂലിയും ഇല്ലാതെ. ഒടുവില് ഒരു ഷോപ്പ് ഇട്ട് കൊടുത്ത ആരാ? ശ്രുതിയല്ലേന്ന് ചോദിച്ചു. ഷോപ്പ് ഇട്ട് കൊടുത്ത അവളുടെ പൈസയും കൊണ്ടൊന്നുമല്ലോ, രവിയുടെ പൈസയും കൊണ്ടല്ലേന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, ആരുടെ പൈസയും കൊണ്ടാണെങ്കിലും അവള് ഷോപ്പ് തുടങ്ങി കൊടുത്തോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ മോന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യമല്ലേ അവള് ചെയ്തിരിക്കുന്നേ. അപ്പൊ നീ അവളെ കുറ്റപ്പെടുത്തുവാണ് ചെയ്യണ്ടേ, ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യണ്ടേ? ദേ ഭാമ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളെ ചേർത്ത് പിടിക്കാൻ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അവൾ എന്തിനാ കള്ളത്തരം ചെയ്തേ? ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ചെയ്താലും നിന്റെ മോന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അവൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കേ, അവൾ ആരാന്നോർത്താ? ഇതിന്റെ പേരിലായിരിക്കും നീ അവളെ തല്ലുമൊക്കെ ചെയ്തല്ലേന്ന് ചോദിച്ചു. തല്ലേന്നോ? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? പെട്ടെന്ന് ഭാമയ്ക്ക് അബദ്ധം മനസ്സിലായി. ഭാമ പറഞ്ഞു, കുറച്ചു മുമ്പ് നീയല്ലേ പറഞ്ഞേ? ഞാനോ? ഞാനെപ്പോ പറഞ്ഞു?
നീ അത് ഓർക്കാത്ത ചന്ദ്രെ, നീ പറഞ്ഞായിരുന്നു എന്നോട് ഞാൻ അവളെ അടിച്ചെന്ന് ഇതിന്റെ പേരില്. ഓ, ഞാൻ ചിലപ്പോൾ മറന്നുപോയതായിരിക്കും എന്നൊക്കെ ചന്ദ്രമതിയും പറയാണ്. ബാബു പറഞ്ഞു, നീ ആ ചെയ്ത ശരിയായില്ല. അവൾ ആരാ? കോടീശ്വരിയായ മരുമോള. എടി, എനിക്ക് അത്ര വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നിന്റെ കുടുംബത്തിലേക്ക് അവൾക്ക് വേണ്ടിയിട്ടൊരു ആലോചനയായിട്ട് ഞാൻ വന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കി. മലേഷ്യയില് അവളുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാ. കോടികളുടെ ആസ്തിയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം അവൾക്ക് സ്വന്തമായിട്ട് കിട്ടും. ഒറ്റ മോളാണ് താനും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവള് മിക്കവാറും ഇവിടുന്ന് ഒരു പറക്കൽ അങ്ങോട്ട് പറക്കും മലേഷ്യക്ക്, നിന്റെ മോനെ വേണ്ടെന്ന് വെച്ചിട്ട്. എന്റെ മോനെ വേണ്ടെന്ന് വെച്ചിട്ടോ? പിന്നല്ലാതെ. അവൾക്ക് ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാം തന്നെ ചെക്കന്മാരെ കിട്ടും, നല്ല കോടീശ്വരന്മാരെ. നിന്നെ പോലുള്ളൊന്നും അല്ല. നിന്റെ കയ്യിൽ 10 പൈസ പോലും എടുക്കാനില്ലാത്തൊരു അമ്മായിമല്ലേ നീ. അപ്പൊ പിന്നെ നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? അവള് കോടീശ്വര പുത്രിയാ. ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് പോകണം തോന്നിയിട്ടുണ്ടെങ്കിൽ അവള് പോകും. നിന്റെ വീട്ടിൽ അവൾ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗ്യമായിട്ട് നീ കരുതിയാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, നീ അവളെ കൂടുതൽ സുധിയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സുധി നിന്നെയും വെറുക്കാൻ തുടങ്ങും. സുധി മിക്കവാറും അവളുടെ പിന്നാലെ പോകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ എന്റെ മോൻ അങ്ങനെ പോകത്തൊന്നുമില്ല, എന്റെ മോൻ അത്രക്കാരനല്ലെന്ന് പറഞ്ഞു. പിന്നെ അത്രക്കാരനല്ല പോലും. എന്നിട്ടാണോ ആ നീലിമയെന്ന് പറയുന്ന പെണ്ണ് വിളിച്ചു കഴിഞ്ഞപ്പോ അച്ഛന്റെ 50,00,000 അടിച്ചുകൊണ്ട് അവൻ പോയത്? ചന്ദ്രേ, അങ്ങനെയുള്ള അവന് നിന്നെ ഉപേക്ഷിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കേട്ടപ്പം ചന്ദ്രയുടെ ഞെട്ടലുണ്ടായി. ഇതേ ബാമേ, വെറുതെ ആണെങ്കിൽ പോലും നീ ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, നിന്നെ ഉപേക്ഷിച്ചിട്ട് അവൻ പോകുന്നുള്ള കാര്യം. അതുകൊണ്ട് നയത്തെ നിൽക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ നീ അവനുമായിട്ട് പോരടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, അവനെ അവളെ അകറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അവരവരുടെ പൊടിയും തട്ടി അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. പിന്നെ നീ ആയിരിക്കും ഇവിടെ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കാൻ പോകുന്നത്. ചന്ദ്രമതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സങ്കടവും ദേഷ്യമായി. ബാമയ്ക്ക് എങ്ങനെയെങ്കിലും ചന്ദ്രമയുടെ ദേഷ്യം ഒന്ന് അവസാനിപ്പിക്കണം. ശ്രുതിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നതാണ് ചന്ദ്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാന്ന്. പിന്നീട് ചന്ദ്രയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെന്നിട്ട് ശ്രുതിയെയും കൂടെ ഒന്നിപ്പിക്കാൻ നോക്ക്. ആ പെങ്കൊച്ചങ്ങനെ അവിടുന്ന് പോയിട്ടുണ്ട്. നിന്റെ കഷ്ടകാല. കോടീശ്വരിയായ മരുമോള് മഹാലക്ഷ്മിയാണ് പടിയിറങ്ങി പോകുന്നതെന്ന് ഓർക്കണം. അവളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ചന്ദ്രമതി വീട്ടിലേക്ക് പോരുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രവീന്ദ്രനുള്ള ചായയൊക്കെ ആയിട്ട് രേവതി ചെന്നു. ചായ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോളെ, ശ്രുതി എന്തെന്ന് ചോദിച്ചു. പുറത്ത് പോയേക്കോ അച്ഛാ? അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് പറയാൻ എൻ്റെ അച്ഛാ. അമ്മയാണെങ്കിലോ ശ്രുതിയെയും കൂടെ നേരെ ചൊവ്വെന്ന് സംസാരിക്കാൻ പോലും വിടുന്നില്ല. അവരെ തമ്മിൽ അകറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരല്ലേ അച്ഛാ. എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അവർ തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ അവരെ തമ്മിൽ അകറ്റാനായിട്ട് അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ അമ്മയോടൊന്ന് സംസാരിക്കണം. എത്രയെന്ന് പറഞ്ഞാൽ അവർക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇനി എപ്പോൾ അതിൻ്റെ പേരിൽ ക്രൂശിച്ചിട്ടൊന്നും കാര്യമില്ലോ എന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ എൻ്റെ മോളെ, ചന്ദ്രയോട് പറഞ്ഞിട്ട് ഞാൻ മടുത്തു. ഇനി അവള് തന്നെ കനിയണം. ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും വല്ല ഡിവോഴ്സും വാങ്ങി ശ്രുതിയുടെ പാട്ടിന് പോകുന്നതെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും രേവതി അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അവള് പോവാണെ പോട്ടെ. എൻ്റെ ചന്ദ്രേ, നീ എന്തിനാ അവൾക്ക് ഇങ്ങനെ ശിക്ഷ കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ കൊടുക്കാതെ ഇതിലപ്പുറത്തേക്ക് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ഇരുന്നില്ല ഞാൻ കൊടുക്കും. എൻ്റെ മോനെ കൂടെ വഴിതെറ്റിക്കുന്ന അവളാന്ന് പറഞ്ഞു. അതെ, നിന്റെ മോനെ വഴിതെറ്റിക്കുന്ന അവളാന്നോ? ഇനി അവൻ എന്താ വഴിതെറ്റായിരിക്കുന്നേ? അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവൻ പെർഫെക്റ്റ് ആയിരുന്നോ? അല്ലല്ലോ. രണ്ടുപേരും ഈ കാര്യത്തിൽ തെറ്റ് ചെയ്താ, എന്നിട്ടോ നീ ഒരാൾക്ക് മാത്രമല്ലേ ശിക്ഷ കൊടുക്കുന്നേ? അത് ശരിയായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഇതേ രവിയേട്ടാ, എൻ്റെ മോനോട് അവളല്ലേ പറഞ്ഞത് ഈ പൈസയുടെ കാര്യമൊന്നും വീട്ടിൽ പറയണ്ട, നമുക്ക് ഷോപ്പ് തുടങ്ങാന്ന്. എടി, അതിന് അവൾ ആ പൈസ ദൂർത്തടിച്ച് ചെലവാക്കുമല്ലൊന്നും അല്ലോ ചെയ്തേ. അവന് വേണ്ടി ഷോപ്പിട്ട് കൊടുക്കുമല്ലേ? നല്ലൊരു കാര്യമല്ലേ നടത്തിയിരിക്കുന്നേ. അതിന്റെ പേര് കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? പിന്നെ പൈസയുടെ കാര്യം എന്നോട് പറഞ്ഞില്ല, അത് ശരി, സംഭവിച്ചു കൊടുത്തിരിക്കുന്നു. പക്ഷെ എന്തും പറഞ്ഞുകൊണ്ട് ഇനി അതിന്റെ പേര് കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അവള് ഡിവോഴ്സ് വാങ്ങി പോയിട്ടുണ്ടെങ്കിലേ നിന്റെ മോന് തന്നെയാ പറ്റുന്നത്. അവൾക്ക് നല്ല വേറൊരു ബന്ധം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അല്ലേ രവിയേട്ടാ, അതിനെ അവരെ തമ്മിൽ വേർപ്പെടുത്തണമെന്ന് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ എന്തിനാടി അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കിലേക്ക് ഇരുന്നേ? ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം രവിയേട്ടാ, എനിക്ക് സങ്കടം വന്നോണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു എന്ന് ചോദിച്ചു. നേരെ ജവ നിൽക്കുവാണ് നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവസാനം നിനക്ക് തന്നെ പണി കിട്ടും എന്നൊക്കെ രവീന്ദ്രൻ ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ആ സമയത്ത് സച്ചിയുടെ അടുത്തേക്ക് രേവതി എന്നു.
രേവതി എന്ന് സംസാരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, രേവതി, ആ അമ്മയ്ക്ക് ഇപ്പോഴും ശ്രുതിയോടും ദേഷ്യമാണെന്ന് ചോദിച്ചു. ഏ പഴയതുപോലെ ഒന്നും ഇല്ലാന്ന് തോന്നേ, എന്നാലും അവർ തമ്മിലുള്ള അടുപ്പം അതില്ലാതാക്കാൻ അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. എടി, എനിക്ക് തോന്നുന്നുണ്ടല്ലോ അധിക ദിവസമൊന്നും അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നില്ല. അധികം വൈകാതെ അമ്മ അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കുമെന്ന് പറഞ്ഞു. ഒന്നിപ്പിക്കുമെന്നോ? അതേന്നേ, അമ്മയുടെ ഈ ദേഷ്യമൊക്കെ അങ്ങോട്ട് മാറും. അമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കറിയാവുന്നല്ലേ, കോടീശ്വരിയായ മരുമകളല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി മീരയുടെ അടുത്തേക്ക് വന്നു. മീരയുടെ അടുത്ത് നിന്ന് തന്റെ വിഷമങ്ങളൊക്കെ പറയണം. മീര ആഹാരമൊക്കെ കഴിക്കാൻ കൊണ്ട് കൊടുത്തു. നീ കഴിച്ചിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? എടി, ഇതൊക്കെ ശരിയാകും, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അല്ലേ പറയണത്. പിന്നൊരു കാര്യമുണ്ട്, നിന്റെ കള്ളത്തരം ഇപ്പൊ ഈ ചെറിയ കള്ളത്തരം കണ്ടുപിടിച്ചിരിക്കുന്നത്. വലിയ കള്ളത്തരം ഇപ്പൊ അവിടെ തന്നെ കിടക്കുക. ചെറിയ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോ തന്നെ നിന്റെ അമ്മായിമ്മ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നേ. നിന്നെ കുറിച്ചുള്ള മുഴുവൻ സത്യാവസ്ഥകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അവരെങ്ങനെയായിരിക്കും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യണം നീ പറയണേ? നീ എന്ത് ചെയ്യണമെന്നോ? അവരെങ്ങനെയെങ്കിലും കയ്യിലെടുക്കാൻ നോക്ക്. അതോ ഇനിയിപ്പോ ഒരു മാർഗമുള്ളൂ. അല്ല, നിന്നോടൊപ്പം ചേർന്ന് തെറ്റ് ചെയ്ത ആളാണല്ലോ ശ്രുതി. എന്നിട്ട് ശ്രുതിക്ക് ശിക്ഷ കൊടുത്തോ? ഇല്ലല്ലോ. അവരവരുടെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അവരെ രണ്ടുപേരും കയ്യിലെടുക്കണം. എങ്കിൽ മാത്രം നിനക്ക് അവിടെ ഒരു നിലനിൽപ്പുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മീര ഉപദേശിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇതിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ അതും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.